നമസ്കാരം എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് വൺ മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഇൻസ്റ്റഗ്രാം ട്രിക്കിനെ കുറിച്ചിട്ടിട്ടൂടെ ചേട്ടൻ എന്തുകൊണ്ടാണ് ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റഗ്രാം ലിങ്ക് പ്രൊവൈഡ് ചെയ്യാത്തത്. ബേസിക്കലി എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് എന്നെ കുറച്ചുകൂടി കാര്യമായിട്ട് കാണുന്നതും എനിക്ക് കുറച്ചുകൂടി റിയൽ ആയിട്ടുള്ള ഫോളോവേഴ്സിനെ വേണം. അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് വഴി ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാത്തത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാം ട്രിക്സ് ആണ്. ഞാൻ 2-3 ഇൻസ്റ്റഗ്രാം ട്രിക്ക് മാത്രമേ ഞാൻ പരിചയപ്പെടുത്തുന്നുള്ളൂ. പക്ഷേ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രിക്കുകളാണ്. ചിലപ്പോൾ ചിലവർക്ക് അറിയായിരിക്കാം, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് മെയിൻലി ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോയ്ക്ക് മുന്നേ ഞാനൊരു കാര്യം പറയാണ്. പൊന്മുട്ട എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ചാനലുണ്ട്. സോ അവിടെ ഒരുപാട് അടിപൊളി വീഡിയോസാണ് വരുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ടമ്മി ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. അടിപൊളി വീഡിയോ ആണ്, നിങ്ങളെല്ലാവരും കണ്ടു നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം, അപ്പോൾ ഉറപ്പായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒരു ഇൻസ്റ്റഗ്രാം വേണം, ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു അക്കൗണ്ടും വേണം. അപ്പോൾ ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫോളോ ചെയ്യുക. ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ഫോളോ ചെയ്താൽ മതി. അല്ലാണ്ട് ഞാൻ ആരെയും ഫോഴ്സ് ചെയ്ത് ഫോളോ ചെയ്യിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം, ഇഷ്ടപ്പെടുന്നെങ്കിൽ മാത്രം ഫോളോ ചെയ്യുക. സോ ആദ്യത്തെ ട്രിക്ക് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോറി സെക്ഷനിലുള്ള ട്രിക്കാണ്. ഇതിനകത്ത് വരുന്ന മിക്ക കാര്യങ്ങളും സ്റ്റോറിയിലുള്ള ട്രിക്കുകളാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതാണ് കുറച്ചുകൂടി നമുക്ക് വേണ്ടത്. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടുന്ന സമയത്ത് ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിൻ്റെ ക്യാമറ വെച്ച് എന്നെ ക്ലിക്ക് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത്, ഇപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു ഫോട്ടോ എടുക്കുകയാണ്. ഫോട്ടോ എടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് അവിടെ സെക്കൻഡ് ലാസ്റ്റ് ഒരു വര പോലത്തെ സാധനം കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് കളേഴ്സ് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്യുക. അതിന് ശേഷം ആ സ്ക്രീനിലൊന്ന് കുറച്ച് നേരം ഹോൾഡ് പ്രസ് ചെയ്യുക. അപ്പോൾ ആ ഒരു കളർ ആ സ്ക്രീന് മൊത്തമാവും. നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ഒരു റബ്ബറിൻ്റെ ഐക്കൺ കാണാനായിട്ട് പറ്റും. ആ ഒരു റബ്ബറിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ റബ്ബറിൻ്റെ സൈസ് കൂട്ടിയതിന് ശേഷം നിങ്ങളുടെ സ്ക്രീനിലൊന്ന് വരയ്ക്കുക. എന്തെങ്കിലും ഒരു ഡിസൈൻ വരയ്ക്കുന്ന സമയത്ത് ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇമേജ് നിങ്ങൾക്ക് ഇങ്ങനെ ആ ഒരു വേറൊരു ലെവലിൽ കാണാനായിട്ട് പറ്റും. അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്നീക്ക് പീക്കൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഉപകാരപ്രദമാവും. അതായത് നിങ്ങൾക്ക് ഒരു സാധനം റിവീൽ ചെയ്യണ്ട, പക്ഷേ റിവീൽ ചെയ്യണം എന്നുള്ള ലെവലിലൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ട്രിക്കാണ്. ഇവിടെ അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് തന്നെ, ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് തന്നെയുള്ള ജിഫ് വെച്ചിട്ടുള്ളൊരു ട്രിക്കാണ്. ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്തതിന് ശേഷം നിങ്ങളവിടെ ഒരു ചിരിക്കുന്ന ഒരു സ്മൈലിയുടെ ഒരു സിമ്പൽ കാണാൻ പറ്റും. ആദ്യത്തേതല്ല, നാലാമത് കിടക്കുന്നത്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ജിഫ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ജിഫ് സെലക്ട് ചെയ്തതിന് ശേഷം അതിനകത്ത് ഒരുപാട് ജിഫ് അവൈലബിൾ ആണ്. ഇഷ്ടംപോലെ ജിഫ് ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജിഫ് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജിഫ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ജിഫ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഫുള്ള് സൂം ചെയ്യുക. സൂം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്ക്രീന് മൊത്തം ഇത് അങ്ങ് നിറഞ്ഞ് നിൽക്കും. അതിനുശേഷം ഈ ഒരു സാധനത്തിനെ സേവ് ചെയ്ത് വയ്ക്കുക നിങ്ങളുടെ ഗാലറിയിലേക്ക്. അവിടെ മേളിൽ നോക്കി കഴിഞ്ഞാൽ ഡൗൺലോഡ് ബട്ടൺ പോലത്തെ ഒരു സാധനം കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ജിഫും ഈ ഒരു ഫോട്ടോയും കൂടി ഉള്ളത് മൊത്തത്തിൽ സേവ് ആവും. ആ ഒരു സേവ് ചെയ്ത ഫോട്ടോ എടുക്കുക, അതായത് സേവ് ചെയ്ത ജിഫ് എടുക്കുക. ജിഫ് എടുത്തതിന് ശേഷം ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ ആ ഒരു വരയില്ലേ, ആ വര ക്ലിക്ക് ചെയ്തതിന് ശേഷം ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. എന്നിട്ട് സ്ക്രീനിൽ ഹോൾഡ് പ്രസ് ചെയ്യുക. ഹോൾഡ് പ്രസ് ചെയ്യുന്ന സമയത്ത് ആ സ്ക്രീന് മൊത്തം ബ്ലാക്ക് ആവും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു റബ്ബർ ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ റബ്ബർ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എത്ര സൈസാണോ വേണ്ടത് ആ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. അതിന് ശേഷം സ്ക്രീനിൽ എഴുതുക. കണ്ടോ, അടിപൊളിയായിട്ട് കണ്ടോ, ഇങ്ങനെ എഴുതാനൊക്കെ പറ്റും. വേറെ ലെവലാണ്, നല്ല രസമാണ് കാണാനായിട്ട്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര യുണീക്ക് ആയിരിക്കും. മറ്റുള്ളവരെ സ്റ്റോറിയിൽ നിന്ന് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും. പക്ഷേ ഈ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാ പേരും യൂസ് ചെയ്യും, അതെനിക്കറിയത്തില്ല. എനിവേ അടിപൊളി ട്രിക്കാണ്, നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേർഡ് നിങ്ങൾ സ്റ്റോറിക്കകത്ത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു നിയോൺ എന്ന് പറഞ്ഞിട്ടൊരു തീമുണ്ട് അല്ലേ, നിയോൺ തീം. ആ ഒരു നിയോൺ തീം നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കീബോർഡിലുള്ള സ്മൈലീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്മൈലിക്കകത്ത് ഈ നിയോണിൻ്റെ തീം കാണാനായിട്ട് പറ്റും. നിയോണിൻ്റെ ഒരു ഗ്ലോ കാണാനായിട്ട് പറ്റും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുക്കുക. അതിന് ശേഷം എന്ന് പറഞ്ഞ ബട്ടൺ ടൈപ്പ് ചെയ്യുക. അതിന് ശേഷം ആ സമയത്ത് നിങ്ങളുടെ കീബോർഡ് ഓപ്പൺ ആയി വരും. കീബോർഡിൽ നിങ്ങൾക്ക് സ്മൈലി സെക്ഷൻ ഉണ്ട്. ആ സ്മൈലി സെക്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിയോൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു നിയോൺ തീം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ആ ഒരു ഗ്ലോ, ഒരു ഔട്ടർ ഗ്ലോ വന്ന് നിൽപ്പുണ്ട്. അടിപൊളിയാണ്. നിങ്ങൾക്കിപ്പോൾ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് സ്മൈലീസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ആവുന്നതാണ്.
അടുത്തതെന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഒരു ടെക്സ്റ്റിൻ്റെ ഷാഡോ വെച്ചിട്ട് ഒരു 3D ടെക്സ്റ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ചെയ്യാനായിട്ട് ജസ്റ്റ് ചെയ്യേണ്ടത് ഏതാണോ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ടെക്സ്റ്റ് ഇടേണ്ട ഫോട്ടോ അത് സിംപ്ലി സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എ ബട്ടൺ, അതായത് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ആ സംഭവം സെലക്ട് ചെയ്തതിന് ശേഷം നല്ല ഹാർഡായിട്ടുള്ള ഫോണ്ട് സെലക്ട് ചെയ്യുക. ഞാനിവിടെ സ്ട്രോങ് ആണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്കും സ്ട്രോങ് യൂസ് ചെയ്യാവുന്നതാണ്. ഹലോ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം അതിനെ ബ്ലാക്ക് കളറാക്കുക. ബ്ലാക്ക് കളറാക്കിയതിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് ആ ഭാഗത്ത് കൊണ്ടുവയ്ക്കുക. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി എ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് നിങ്ങൾ എങ്ങനെയാണോ ടൈപ്പ് ചെയ്തത് അതേപോലെ തന്നെ വീണ്ടും നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഹലോ എന്ന്. ഞാനിപ്പോൾ ഫുൾ ക്യാപ്സിലാണ് ഹലോ ടൈപ്പ് ചെയ്തത്, അതുകൊണ്ട് തന്നെ ഞാൻ ഹലോ എന്ന് ടൈപ്പ് ചെയ്യാണ് ഫുൾ ക്യാപ്സിൽ. അതിനുശേഷം അതിനെ വൈറ്റ് ആക്കുക, അല്ലെങ്കിൽ ഏതാണോ കളർ വേണ്ടത് ആ കളറാക്കുക. ഞാനിപ്പോൾ ഓറഞ്ച് ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറാക്കുക. അതിനുശേഷം നിങ്ങൾ ആദ്യം ടൈപ്പ് ചെയ്ത ഹലോയുടെ മേളിലേക്ക് കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ഇതിനെ കുറച്ചൊന്ന് വലുതാക്കുക, വലുതല്ലെങ്കിൽ ചെറുതാക്കുക, നിങ്ങളുടെ ഇഷ്ടത്തിന് വലുതാക്കുക. വലുതാക്കി വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഷാഡോ വന്നിട്ട് അതൊരു ഡെപ്ത് എഫക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു 3D ടെക്സ്റ്റ് പോലെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫോട്ടോസും അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്റ്റോറീസൊക്കെ ഇടാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് ട്രിക്കുകളാണ് പറഞ്ഞു തന്നത്, സ്റ്റോറിക്കകത്തുള്ള കുറച്ച് ട്രിക്കുകൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തന്നെയാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തിരുന്ന ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുവരുന്നതായിരിക്കും.